ഹലോ, അസ്സാം വലൈക്കും. ഇത് നമ്മുടെ വീട്ടിലുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ മരമാണ്. ഈ ഫ്രൂട്ട് വീട്ടിലുള്ളവർക്കറിയാം, സീസൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരുപാട് കഴിക്കുന്ന ഒന്നാണ് പാഷൻ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ ചീത്തയായി പോകാനുള്ള ചാൻസും ഒരുപാട് കൂടുതലാണ്. ഈ കോവിഡ് കാലത്ത് നമ്മൾ പൈസ കൊടുത്ത് വൈറ്റമിൻ സി ഫ്രൂട്ട്സ് ഒരുപാട് വാങ്ങി കഴിക്കാറുണ്ട് അല്ലേ? ഈ പാഷൻ ഫ്രൂട്ട് ഒരു നല്ല വൈറ്റമിൻ സോഴ്സ് ആണ്. പഴുത്ത പാഷൻ ഫ്രൂട്ട് പുറത്തിരുന്ന് ഒരു 2 ദിവസം ആകുമ്പോഴത്തേക്കും തൊലിയൊക്കെ ചുങ്ങി പെട്ടെന്ന് തന്നെ അത് കേട് വരാറുണ്ട്. അങ്ങനെ ഒരുപാട് പാഷൻ ഫ്രൂട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നശിച്ചു പോവാതെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന 2 അടിപൊളി റെസിപ്പീസാണ് ഇന്ന് ജൂജിമ നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്നൊന്നത് കണ്ടിട്ട് വരാം. 20-25 പാഷൻ ഫ്രൂട്ടൊക്കെ ഒരുമിച്ച് പഴുത്തും മരത്തിൽ നിന്ന് വീണിട്ടും ഒക്കെ കിട്ടുമ്പോൾ ഇതെല്ലാം ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ദാ ഇതേപോലെ എല്ലാ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് എടുത്ത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. വെറുതെ ഇങ്ങനെ കോരി കഴിക്കാൻ പുളി പ്രശ്നമില്ല നിങ്ങൾക്കെങ്കിൽ അത്ര ഹെൽത്തിയാണ് ഈ ഒരു ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഒരിക്കലും ഇത് നശിപ്പിച്ച് കളയില്ല. അതിൽ ചിലത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതിൽ ഹൈ ഫൈബർ കണ്ടന്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഡൈജഷൻ പ്രൊവൈഡ് ചെയ്ത് കോൺസ്റ്റിപ്പേഷനെ ചെറുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് നല്ല ഫുള്ളി ആയിട്ടിരിക്കും. അങ്ങനെ വെയിറ്റ് ലോസിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യാൻസറും ഹെൽത്ത് ഡിസീസസും ഒക്കെ വരാതെ കാക്കാൻ മാത്രമുള്ള ബെനഫിറ്റ്സ് ഈ ഫ്രൂട്ടിലുണ്ട് അത്രേ. പിന്നെ ഏജിങ് പ്രോസസ്സ് സ്ലോവിയാക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് ഗ്ലോവിയാക്കി വെക്കാനും ഈ ഫ്രൂട്ടിന് കഴിവുണ്ട് അത്രേ. പിന്നെ നമ്മുടെ എല്ലുകൾക്കും കണ്ണുകൾക്കും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഫ്രൂട്ട്. പിന്നെ നല്ല ഉറക്കം കിട്ടാനും എല്ലാത്തിനും മേലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഈ ഫ്രൂട്ടിന് കഴിവുണ്ട്. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഫ്രൂട്ട് എങ്ങനെ നശിപ്പിക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കഴിച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ നോർമലായിട്ട് ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാമെന്നാണ് ജൂജുമ്മ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ എടുത്ത ഫുൾ പൾപ്പിനെ നമ്മൾ 2 ബൗളിലേക്കാക്കി മാറ്റുകയാണ്. ആദ്യത്തെ ബൗളിലുള്ള ഈ പൾപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിന്റെ പുഡിംഗ് ആണ്. ഫുള്ള് ഈ പൾപ്പിനെ നമ്മൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ആ കുരു മൊത്തവും ഇങ്ങനെ അരഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിനെ നമുക്കൊരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ കുരുവൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ആ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ കുരുവൊക്കെ നമുക്ക് മാറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ജ്യൂസാണ് ഇനി നമ്മൾ എടുത്തിട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ എല്ലാ ജ്യൂസും നമുക്ക് അരിച്ചെടുക്കാം. പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാഷ്യൂനട്ട്സും ആൽമണ്ട്സും നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിനുവേണ്ടി ഒരു കടായി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 8-10 ആൽമണ്ട്സും അതുപോലെ തന്നെ കാഷ്യൂനട്ട്സും ചെറുതായി നുറുക്കിയിട്ട് ഇതുപോലെ ഈ നെയ്യിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ കടായിലേക്ക് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് ആദ്യം 2 കപ്പ് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 250 ml കപ്പാണിത്. അങ്ങനെ 2 കപ്പ് പഞ്ചസാരയാണ് ആദ്യം നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ കൈവിടാതെ തന്നെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതൊന്ന് അലിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ ഈ പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞു വരുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടും നമുക്ക് ഈ ഒരു സിറപ്പ്. കണ്ടില്ലേ, ഇതാ ഇതുപോലെ ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ട് വരും. ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് വേറൊരു കടായിലേക്ക് മാറ്റി കൊടുക്കണം. ഈ ചൂടോടെ തന്നെ ഒട്ടും തണുക്കാതെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഷുഗർ സിറപ്പ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പുഡിങ്ങിലേക്ക് വേണ്ട വേറൊരു ഐറ്റം റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിനു വേണ്ടി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസിൽ നിന്ന് 2-3 തവി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കോൺഫ്ലോർ കട്ട് ചെയ്യാതെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പുഡിങ് പ്രോപ്പറായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോറും അരിപ്പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ഈ രണ്ടും കൂടെ നല്ലതുപോലെ ആ ജ്യൂസായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിക്കോട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് മൊത്തവും ഈ ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് 6 കപ്പ് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കോൺഫ്ലോറിലേക്ക് ഒഴിച്ചതും കൂടെ കൂട്ടിയിട്ടാണ് 6 കപ്പ് ജ്യൂസാണ് നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് മൊത്തവും ആ ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കോൺഫ്ലോറും അരിപ്പൊടിയും ചേർത്ത മിക്സിനെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ്ചർ ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ജ്യൂസ് നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി തീരെ കൈ എടുക്കാതെ തന്നെ ഇതിനെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. എത്രയിടം വരെ എന്ന് ചോദിച്ചാൽ നല്ലതുപോലെ ഒന്ന് കുറുകി വരാൻ തുടങ്ങുന്നത് വരെ. ഈ സമയത്ത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൈവിടാതെ തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. കോൺഫ്ലോറും അരിപ്പൊടിയും ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത്ര അധികം സമയമൊന്നും വേണ്ടി വരില്ല. വേഗം തന്നെ കട്ടിയായി വരാൻ തുടങ്ങും. ഒരു തവി ഫുള്ള് നെയ്യ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂസും ആൽമണ്ട്സും നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ കണ്ടോ, നല്ലതുപോലെ കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പലതരത്തിലുള്ള പുഡിങ്സ് കഴിച്ചിട്ടുണ്ട് അല്ലേ, പല വെറൈറ്റി പുഡിങ്സ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പുഡിങ് നിങ്ങൾ അധികം ആരും കഴിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല എന്ന് എനിക്കറിയാം. ഞാനിത് കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. നല്ല അടിപൊളി പുഡിങ്ങാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ആ പുളിയൊന്നും വരില്ല, നല്ല നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പുഡിങ് അത്യാവശ്യം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ കിട്ടിയാൽ മതിയാവും നമുക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അതിനുശേഷം ഈ പുഡിങ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഈവനായിട്ട് വേണം ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് അങ്ങനെ വെക്കാം. ഈ ചൂടൊന്നാറി വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. രണ്ടായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. എനിക്കൊക്കെ ഇത് നല്ലതുപോലെ തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പുഡിംഗ് ആയിരുന്നു ആദ്യത്തെ നമ്മുടെ റെസിപ്പി. ഇനി അടുത്തതായിട്ട് ജൂജുമ്മ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പാണ്. അതിനുവേണ്ടി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം.
ഇത്രയും ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും ജ്യൂസ് അടിക്കുമ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത്. അപ്പോൾ ഈ സിറപ്പ് നമ്മൾ ജ്യൂസായിട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ ഷുഗർ ഇടേണ്ട ആവശ്യം വരില്ല. ഇതിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ തന്നെ ധാരാളം മതിയാവും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നേരത്തെ പോലെ തന്നെ ഈ ഷുഗറിനെ നമുക്ക് സിറപ്പാക്കി മാറ്റിയെടുക്കണം. ഈ ഷുഗർ സിറപ്പ് ഇങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഷുഗർ ക്രിസ്റ്റലൈസേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ നേരത്തെ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നേരെ ഒഴിച്ചു കൊടുക്കാം. ഇനി വേറെ ഒന്നുമില്ല, ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ ഇതാ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ ആ കുരുവൊക്കെ അതിലുണ്ടാവും. പക്ഷെ നമുക്കറിയാം എന്ത് വിലയാണല്ലേ അതിന്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി സൂക്ഷിക്കാവുന്ന ഒന്നേ ഉള്ളൂ ഇത്. അങ്ങനെ ദാ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു കുരുവൊക്കെ അതിലുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് സിറപ്പ്, ഒരു 1/4 ഭാഗം സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ബാക്കി ഭാഗം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ 2 റെസിപ്പീസും നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാഷൻ ഫ്രൂട്ട് അധികം കയ്യിലുള്ളവർ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കും വേണം. എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം പറയും വേണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.